ഒരു 11 വയസ്സുകാരൻ കളിച്ച ഇമ്മോർട്ടൽ ചെസ് ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോണത്. പറഞ്ഞു വരുന്നത് ജോഷുവ വെയ്റ്റ്സിനെ പറ്റിയാണ്. ന്യൂയോർക്കിൽ വെച്ചാണ് ഈ മാജിക്കൽ ഗെയിം നടന്നിരിക്കുന്നത്. തൻ്റെ പിതാവിനെ ഞെട്ടിച്ച ഒരു 11 വയസ്സുകാരൻ്റെ ഒരു കൊച്ചു ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ജോഷുവ, ബ്ലാക്ക് കളിക്കുന്നത് എഡ്വാർഡ് എ എന്ന് പറഞ്ഞ പ്ലെയറാണ്. ഇവിടെ E4 വെച്ച് 11 വയസ്സുകാരനായ ജോഷുവ തുടങ്ങുന്നു. E4 C5 സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3 E6 D4 പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് C3 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റ് C6 ബിഷപ്പ് E3 കളിച്ച് ഈ ഒരു നൈറ്റിന് അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. ബിഷപ്പ് B4 കളിച്ച് ഈ ഒരു നൈറ്റിലേക്ക് ഇവിടെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ത്രട്ടൻ ചെയ്യുന്നത് നൈറ്റ് ടേക്സ് ഈ ഒരു പോൺ വെച്ച് എടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് F3 കളിച്ച് ഈ പോണിന് അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകണം. D5 കളിച്ച് സെൻട്രൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ബിഷപ്പ് B5 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റും ബിഷപ്പും കൂടെ ഇവിടെ ഒരു മനോഹരമായി പിൻ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഷപ്പ് D7 വരുന്നു. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു, പോൺ വെച്ച് എടുക്കുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. വേണമെങ്കിൽ C5 ഒക്കെ കളിക്കാനാണ് ഐഡിയ ഇവിടെ ബ്ലാക്ക് പ്ലെയർ. ജോഷുവ ഇവിടെ E5 കളിച്ച് ഈ നൈറ്റിനെ ഓടിക്കുന്നു. അപ്പോൾ ഈ നൈറ്റിന് പോകാൻ ഒരുപാട് നല്ല സ്ക്വയർ ഒന്നുമില്ല. ഇവിടേക്കൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഒരുപാട് ത്രെഡ്സ് ഉണ്ട് ഇവിടെ. G4 തന്നെ പണി കിട്ടും. ഓൾമോസ്റ്റ് ഈ ഒരു നൈറ്റിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. നിങ്ങൾ ചിന്തിക്കുക, എന്നാൽ ഇങ്ങനെ ഒരു ചെക്ക് വെച്ചൂടെ? ഇങ്ങനെ ഒരു ചെക്ക് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? വെറുതെ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ബിഷപ്പ് F2 വരാം. അപ്പോൾ ക്യൂനിലേക്കും അറ്റാക്കാണ്. ഈ നൈറ്റിനെ കിട്ടുമെന്ന് നോക്കി കഴിഞ്ഞാൽ എന്തായാലും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്, G4 മൂവ് ഉള്ളതുകൊണ്ടാണ് നൈറ്റിനെ H5 കളിക്കാതെ നൈറ്റിനെ G8 തിരികെ കൊണ്ടുപോകും ബ്ലാക്ക് പ്ലെയർ. ജോഷുവ A3 കളിച്ചാൽ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് A5 പോകുന്നു. B4 കളിക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് C7 വരുന്നു. അറ്റാക്ക് ഇവിടെ E5 F4 കളിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റിനെ ഇവിടെ E7 കൊണ്ടുവരുന്നു. അപ്പോൾ ഈ നൈറ്റ് അവസാനം ഫ്രീ ആയി. ഇവിടെ നിന്ന് ഇവിടേക്ക് പോയിട്ട് തിരിച്ച് ഇവിടെ E7 കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ F5 G6 ആവശ്യത്തിനനുസരിച്ച് വരാം. എന്താണ് പ്ലാൻ എന്ന് നോക്കാം. എന്തായാലും നൈറ്റിനെ ഇവിടെ A4 കളിക്കുന്നു കൊച്ചു ജോഷുവ. ഇതിൻ്റെ ഐഡിയ നൈറ്റിനെ C5 കൊണ്ടുവന്ന് ആ പൊസിഷൻ, ആ നൈറ്റിനെ അവിടെ സിമെൻറ്റ് ചെയ്യാനാണ്. ക്യാൻസൽ ചെയ്യുന്നു. നൈറ്റ് C5. അപ്പം നൈറ്റിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഈ നൈറ്റിനെ ഇവിടെ നിലക്കി വിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. A5 കളിച്ച് ഈ പോണിനെ ചലഞ്ച് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് പ്ലെയർ. C3 കളിച്ച് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നൽകണം. നൈറ്റിന് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് C8 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ നൈറ്റിനെ B6 കൊണ്ടുവരിക, എന്നിട്ട് നൈറ്റിനെ ഇവിടെ ഈ ഒരു C4 സ്ക്വയറിലോട്ട് കൊണ്ടുവരിക. അന്നേരം ഈ ബിഷപ്പിലേക്കൊക്കെ അറ്റാക്ക് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൈറ്റ് ആയിരിക്കും അത്. എന്തായാലും ജോഷുവ ക്യാൻസൽ ചെയ്യുന്നു. നൈറ്റ് B6. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ C4 വരിക. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. ക്യൂവിനെ G4 കൊണ്ടുവരുന്നു ജോഷുവ. ഇവിടെ നൈറ്റ് C4 കളിച്ച് എന്തായാലും തൻ്റെ ഐഡിയ പോലെ ഈ ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ആ ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ക്യൂനിലേക്കും റൂക്കിലേക്കും പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പ് F2 പോകുന്നു. ക്യൂവിനെ ഇവിടെ E8 കൊണ്ടുവരുന്നു. അപ്പോൾ പതുക്കെ ക്യൂവിനെ ഫ്രീ സ്പേസ് കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷേ ക്യൂവിന് ഓൾറെഡി കുറച്ച് ലോക്ക്ഡ് ആണ്. ഒന്നും തന്നെ ചെയ്യാൻ പറ്റണില്ല. തൻ്റെ പോൺ ചെയിൻ കാരണം തന്നെ ഇവിടെ ലോക്ക്ഡ് അപ്പ് ആണ്. ഇവിടെ ബ്ലാക്കിൻ്റെ പോൺ ചെയിൻ കാരണം തന്നെ ഈ ക്യൂവിന് പോകാൻ പ്രത്യേകിച്ച് സ്ക്വയർ ഒന്നുമില്ല. പതുക്കെ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം. റൂക്കിനെ E1 കളിക്കുന്നു. ബിഷപ്പിനെ C8 കളിക്കുന്നു. അപ്പോൾ ഈ ബിഷപ്പിനെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ഈ നൈറ്റിനെ എങ്ങനെയെങ്കിലും ഓടിച്ചു വിട്ടിട്ട്, ഈ ബിഷപ്പ് ഇവിടെ ഒട്ടും ആക്റ്റീവ് അല്ല. ഈ ബിഷപ്പിനെ ഒരു പക്ഷേ തക്കമായ അവസരത്തിൽ A6 B7 ഇപ്പോൾ വരാൻ പറ്റില്ല, ഈ നൈറ്റ് ഉള്ളതുകൊണ്ട്. എന്നാൽ ഈ നൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിഷപ്പ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നല്ല സ്ക്വയർ കിട്ടും. ബിഷപ്പ് H4 കളിക്കുന്നു. ഇവിടെ കിങ്ങിന് H8 ബ്ലാക്ക് കളിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ്? നേരെ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ജോഷുവയ്ക്ക് ഒരു ബ്രില്യൻ കോമ്പിനേഷൻ ഉണ്ട്. ബിഷപ്പ് F6. അപ്പോൾ ത്രെട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെ ചെക്ക്മേറ്റ് ചെയ്യാനാണ്. ക്യൂൺ ടേക്സ് G7 ചെക്ക്മേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനെതിരെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ക്യൂൻ G5, ക്യൂൻ H6 ഈ മേറ്റ് തടുക്കാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ മൂവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ബിഷപ്പിനെ A6 കളിക്കുന്നില്ല. അതുപോലെ കിങ് H8 പോകുന്നു. ഈ പൊസിഷനിൽ A4 കളിക്കുന്നു. അപ്പോൾ ഒരുപാട് ഐഡിയ ഉണ്ട്. ഈ റൂക്ക് ഈ ഒരു പോണിനെ ഇവിടെ ഡിഫെൻഡ് ചെയ്ത് തൽക്കാലം നിൽക്കുമായിരുന്നു. അപ്പോൾ ആ റൂക്കിന് ഇപ്പോൾ തൽക്കാലം മൂവ് ചെയ്യാൻ പറ്റില്ല. ആ പോണിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പോണിനെ ഇപ്പോൾ തൽക്കാലം തൊടാൻ പറ്റില്ല. ഈ നൈറ്റിനെ തൊടാൻ പറ്റില്ല. നേരത്തെ ഈ റൂക്ക് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പോണിനെ എടുക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പോണിനെ വളരെ സേഫ് ആക്കുകയാണ്. ബിഷപ്പിന് B6 വന്നിട്ട് ഈ പവർഫുൾ ആയിട്ടുള്ള നൈറ്റിനെ ഒഴിവാക്കിയിട്ട് ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. റൂക്കിനെ ഇവിടെ D1 കളിക്കുന്നു. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. നൈറ്റിനെ ഇവിടെ B2 കളിച്ചിട്ട് ഈ റൂക്കിലേക്കും ഈ ഒരു A4 അറ്റാക്ക് ചെയ്യണം ഇവിടെ ബ്ലാക്ക്.
ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ വൈറ്റ് ഒരു മനോഹരമായ മൂവ് കളിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആലോചിക്കുന്നതാണ് ഇവിടെ യങ് ജോഷുവ അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ ആ ഒരു 11 വയസ്സുകാരൻ കളിച്ച ആ ഒരു മൂവിനെ പറ്റി ആലോചിച്ച് നോക്കാവുന്നതാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. റൂക്കി 3. ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തേക്കാണ് വേണമെങ്കിൽ പോണിനെ എടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കണ്ടു നിന്ന് ജോഷയുടെ പിതാവ് കണ്ട് ഞെട്ടി. ഇത് എന്താണ് ഇങ്ങനെ മണ്ടത്തരം കാണിക്കാനാണ് ഇങ്ങനെ ടൂർണമെൻറ്റ് കളിക്കാൻ വേണം, എന്ത് അബദ്ധമാണ് ഈ ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യവാനായിട്ട് ഇവിടെ പിതാവ് ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ മകൻ്റെ കാൽക്കുലേഷൻ ഇതിനേക്കാളൊക്കെ മുകളിലായിരുന്നു. നൈറ്റ് വെച്ച് തന്നെ റൂക്കിനെ വെട്ടി. അപ്പോഴാണ് അടുത്ത കിടലും ക്യൂൺ ടേക്ക് G7. അപ്പോൾ ഒരു പക്ഷേ വിചാരിച്ചത് റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെക്ക്മേറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ എതിരാൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇവിടെ ക്യൂൺ ടേക്സ് G7 ഒരു ഫോഴ്സ്ഫുൾ ചെക്ക്മേറ്റ് ഇവിടെ ഫോഴ്സ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടതോടെ പിതാവിന് ആകെ എന്താണ് ചെയ്യണത്, ഇങ്ങനെ തൻ്റെ മോൻ എന്താണ് ഇങ്ങനെ കളിക്കണം എന്നുള്ള രീതി സർപ്രൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ പിതാവിന് മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ ഒരു 11 വയസ്സുകാരൻ്റെ മാജിക്കൽ മൂവ്. ക്യൂൺ ടേക്സ് G7 ചെക്ക്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ലല്ലോ, കിങ് വെച്ച് തന്നെ വെട്ടണം. ഇനി ബിഷപ്പ് F6 ചെക്ക്. അപ്പോൾ ഇതിന് എവിടെ പോയിട്ടും കാര്യമില്ല. അപ്പോൾ കിങ് പുറകോട്ട് ഇവിടേക്ക് പോകാൻ പറ്റില്ല ബിഷപ്പ് ഉള്ളതുകൊണ്ട്. കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാലോ നേരിട്ടൊരു ചെക്ക്മേറ്റ് ഉണ്ട്. റൂക്ക് G3 ചെക്ക്മേറ്റ് ആണ്. കാരണം കിങ്ങിനെ എവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ബിഷപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വരാൻ പറ്റില്ല ബിഷപ്പ് F6ന് ശേഷം. ഇവിടെ കിങ് G6 ആണ് കളിക്കുന്നത്. അപ്പോൾ ഇനി കിങ് G6 കളിച്ചില്ലെങ്കിലും കിങ് H6ലോട്ട് പോയാലും വലിയ കാര്യമൊന്നുമില്ല. റൂക്ക് H3 ചെക്കിന് ശേഷം വേറെ ലൈൻ ഉണ്ട്. അവസാനം ഇവിടെ കിങ് G6ലോട്ട് തന്നെ പോകും. ഇതിന് ശേഷം ഇവിടെ റൂക്ക് G3 ചെക്ക് ഉണ്ട്. വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പോവുക. ബിഷപ്പ് G7 ചെക്ക്, കിങ് H5. ഇവിടെ എന്താണ്, റൂക്കിനെ ഇവിടെ G5 ചെക്ക് കളിക്കാൻ പറ്റും. റൂക്ക് G5 ചെക്ക്, കിങ് H4, നൈറ്റ് F3 വെയിറ്റ്. അവസാനം ഇതിലേക്ക് തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ ഗെയിമിൽ ഈ ഒരു മൂവിന് ശേഷം ബിഷപ്പ് G7 ചെക്കിന് ശേഷം കിങ് G6ലോട്ടാണ് പോകണം. ഇവിടെ ആദ്യം ചെക്ക്, കിങ് മാറുന്നു. ബിഷപ്പ് G7 ചെക്ക്, അപ്പോൾ ഓൺലി മൂവ് ഇങ്ങോട്ടേക്ക് വരണമല്ലോ. റൂക്ക് G5 ചെക്ക്, കിങ് താഴേക്ക് വരുന്നു. ഇനി ഒറ്റ മൂലം മനോഹരമായ ചെക്ക്മേറ്റോടെ 11 വയസ്സുകാരനായ ജോഷുവ ഈ ഒരു ഗെയിം ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ പിതാവിനെ ഞെട്ടിച്ച ഒരു 11 വയസ്സുകാരൻ്റെ ഒരു ചെസ് ആക്രമണമാണ് നിങ്ങൾ കണ്ടത്. ഈ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.